ഒരമ്മയ്ക്ക് തൻ്റെ മക്കൾ എങ്ങനെയാണോ അതുപോലെയാണ് ഒരു ഗാർഡനർക്ക് തൻ്റെ ചെടികളും. അവയ്ക്ക് വേണ്ടുന്ന വളം, വെള്ളം, വെളിച്ചം, അതുപോലെ വരുന്ന രോഗബാധ ഇതിനെപ്പറ്റിയൊക്കെ അറിയാൻ ഒരു ഗാർഡനർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളവരെ നിരീക്ഷിച്ചിട്ടില്ല എങ്കിൽ, സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ ഒരു ചെടി നല്ല രീതിയിൽ വളരുകയോ നമ്മൾ വിചാരിക്കുന്നത്ര ഫലം തരികയോ ചെയ്യില്ല. അത് പൂച്ചെടിയാകട്ടെ, മറ്റേതെങ്കിലും കൃഷിയാകട്ടെ, ഏതായാലും അതൊക്കെ തന്നെയാണ് സ്ഥിതി. അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ കയ്യിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടെങ്കിൽ, അവരുടെ അടുത്ത് നിന്ന് മാറി നിന്നിട്ടുണ്ടെങ്കിൽ, അവരെ നോക്കാൻ ആരുമില്ലെങ്കിൽ സ്വാഭാവികമായും അവ കള കയറി നശിച്ചു പോകും. ആവശ്യമില്ലാത്ത പുല്ലും ചെടികളൊക്കെ അതിൻ്റെ ഇടയിൽ കയറി വളർന്നു പോകും. അതുപോലെ തന്നെയാണ് കേട്ടോ നമ്മളെ മക്കളും. നമ്മളെ മക്കളെ നമ്മളവരെ ഇട്ടേച്ച് അവരെ ശ്രദ്ധിക്കാതെ നമ്മളെ പാട്ടിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താണ് സംഭവിക്കുക എന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അതൊക്കെ തന്നെയാണ് ചെടികളുടെ കാര്യത്തിൽ സംഭവിക്കുക. അതുകൊണ്ട് ചില ചെടികൾ മാത്രം ഒന്ന് വേര് പിടിച്ച് കിട്ടിയാൽ മതി. പിന്നെ അതിനെ പ്രത്യേകം ആരും സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ സ്വയമേവ അത് വളരെ പ്രതിരോധശേഷിയുള്ള ചെടികളായിരിക്കും, അത് വളർന്നു വരും. പക്ഷേ എല്ലാ ചെടികളുടെ കാര്യത്തിനും അങ്ങനെയല്ല. ഒട്ടുമിക്ക പല ചെടികൾക്കും നല്ല സംരക്ഷണം വേണ്ടുന്ന ചെടികളാണ് കേട്ടോ. എൻ്റെ ചെടികളുടെ കാര്യം തന്നെ നോക്കും, ഒരുപാട് ചെടികൾ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ചിലതിലൊക്കെ കള കയറി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അവയെ നോക്കാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ട് കേട്ടോ. സത്യത്തിന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു നിസ്സഹായ അവസ്ഥയിലാണ് ഞാൻ. കാരണം പല വില കൊടുത്ത് വാങ്ങിയ ചെടികളുണ്ട്, പിന്നെ അല്ലാത്ത ചെടികളുണ്ട്, കുറഞ്ഞ വിലയിൽ വാങ്ങുന്ന ചെടികളുണ്ട്. എന്നാൽ ചില ചെടികൾക്ക് ഇതൊന്നും ബാധകമാവാതെ നന്നായിട്ട് പൂത്ത് എൻ്റെ ഒരാവശ്യമില്ലാതെ വളരുന്ന ചെടികളും ഉണ്ട് കേട്ടോ. നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ? നിങ്ങളുടെ ഗാർഡനിലേക്ക് നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾക്ക് പങ്കുവെക്കാം കേട്ടോ.